Welcome, my dear students. Today, you are going to learn the preparation of income and expenditure account and also the balance sheet. Now, we can see the illustration for preparing income and expenditure account and balance sheet. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Prepare income and expenditure account and balance sheet for the year ended 31st March 2016 from the following receipt and payment account and balance sheet of Cultural Club. Opening cash balance 12,000, subscription 2014-15, 2015-16 22,000. കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് 2,000 രൂപ കിട്ടി, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് 22,000 രൂപയും കിട്ടി. അങ്ങനെ മൊത്തം 24,000 റുപ്പീസ് നമുക്ക് കിട്ടി. എൻട്രൻസ് ഫീ ആയിട്ട് 2,800 രൂപ കിട്ടി. ലോക്കർ റെൻറ്റ് 1,000, ലൈഫ് മെമ്പർഷിപ്പ് ഫീ 1,200, ഗവൺമെൻറ് ഗ്രാൻഡ് 11,000. പേയ്മെൻറ്റ് സൈഡിൽ ഫർണിച്ചർ 4,000, ടെലിഫോൺ എക്സ്പെൻസസ് 800, സാലറി 2014-15 1,000, 15-16 4,000. കഴിഞ്ഞ വർഷത്തെ സാലറി ആയിട്ട് 1,000 രൂപ കൊടുത്തു, ഈ വർഷം കൊടുക്കേണ്ട സാലറി 4,000 രൂപയും കൊടുത്തു. ന്യൂസ് പേപ്പേഴ്സ് 700, സൺട്രി എക്സ്പെൻസസ് 1,000, ഡിഫൻസ് ബോണ്ട് ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 18,000, ലാൻഡ് 20,000, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 2,500. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇനി വരേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ഐറ്റം അഡ്വാൻസ് ലോക്കർ റെൻറ്റ് 200, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,000, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 2,000, ലോൺ 10,000, ക്യാപിറ്റൽ ഫണ്ട് 36,800. അസറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 12,000, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 3,000, ബിൽഡിംഗ് 35,000. ഇത്രയാണ് ക്വസ്റ്റ്യനുള്ളിൽ തന്നിരിക്കുന്നത്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് വേറെ എക്സ്ട്രാ ഒന്നും തന്നെ തന്നിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 12,000. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരൂ. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇനി വരക്കേണ്ട ആവശ്യമില്ല. ഇനി സബ്സ്ക്രിപ്ഷൻ, കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടിയത് 2,000 രൂപ, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനത്തിൽ കിട്ടിയത് 22,000 ആണ് കിട്ടിയത്. ഈ 22,000 റുപ്പീസിൽ സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,000, കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയ 1,000 രൂപ. അപ്പോൾ കഴിഞ്ഞ വർഷം അഡ്വാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിരിക്കും. ഈ വർഷം കിട്ടേണ്ട പൈസയാണ് കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്ന ആ എമൗണ്ട് 1,000 രൂപ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് അത് ഇതിനോട് ആഡ് ചെയ്യണം. 22,000 പ്ലസ് കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയ 1,000 രൂപ. അത് ഈ വർഷം ഇനി വീണ്ടും നമുക്ക് ക്യാഷ് കിട്ടില്ല, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ഈ വർഷം ക്യാഷായിട്ട് കിട്ടിയത് 22,000 രൂപ പ്ലസ് ഈ വർഷം കിട്ടേണ്ടിയിരുന്ന 1,000 രൂപ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് 23,000 റുപ്പീസ് ഇൻകം സൈഡിൽ കാണിക്കാം. പിന്നെ വരുന്നത് എൻട്രൻസ് ഫീ 2,800, അത് അതേപോലെ ഇൻകം സൈഡിൽ കാണിക്കുക. പിന്നെ ലോക്കർ റെൻറ്റ് 1,000, ലോക്കർ റെൻറ്റ് 1,000 ആണ് വരുന്നത്. പിന്നീട് വരുന്നത് അഡ്വാൻസ് ലോക്കർ റെൻറ്റ് 200, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഈ വർഷം കിട്ടേണ്ട പൈസയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. അപ്പോൾ ഈ വർഷത്തെ പൈസ കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ വർഷം കിട്ടേണ്ട പൈസയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ലോക്കർ റെൻ്റായിട്ട് കിട്ടിയ 1,000 രൂപ പ്ലസ് ഈ വർഷം കിട്ടേണ്ടിയിരുന്ന പൈസ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട്, ആ 200 കൂടി ആഡ് ചെയ്ത് 1,200 രൂപ ഇൻകം സൈഡിൽ കാണിക്കുക. പിന്നെ വരുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതാണ്. ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത് അതേപോലെ ഇൻകം സൈഡിലേക്ക് കാണിക്കും. പിന്നെ പേയ്മെൻറ്റ് സൈഡിൽ വരുന്നത് ഫർണിച്ചർ ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. ടെലിഫോൺ എക്സ്പെൻസസ് അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കാണിക്കുക. പിന്നെ സാലറി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേത് 1,000-ഉം ഈ വർഷത്തേത് 4,000 ആണ്. അപ്പോൾ ഈ വർഷം കൊടുത്ത സാലറി ഈ വർഷത്തേത് മാത്രമേ നമ്മൾ കാണിക്കേണ്ടൂ, 4,000 രൂപ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. ന്യൂസ് പേപ്പേഴ്സ് 700 റുപ്പീസ്,
അതും അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. സൺട്രി എക്സ്പെൻസസ് 1000 അതും അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. ഡിഫൻസ് ബോണ്ട് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരൂ. ലാൻഡ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരൂ. ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് അതും ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റമായിട്ടുള്ളത്. ഇതിനകത്ത് വേറെ ഐറ്റം ഒന്നും തന്നെ വരുന്ന ഐറ്റമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒന്ന് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത് 38,000 റുപ്പീസാണ്. അതിൻ്റെ സർപ്ലസ് ആയിട്ട് വരുന്നത് 31,500. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കലാണ്. ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഐറ്റത്തിലേക്ക് വരിക. ആദ്യം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസിൻ്റെ 2,500 അതാദ്യം അസറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ വരുന്നത് ഓരോ ഐറ്റമായിട്ട് നോക്കാം. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരില്ല. കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് നമുക്ക് കിട്ടിയത് 2,000 രൂപയാണ്. അപ്പോൾ 2,000 രൂപയാണ് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ വർഷം ടോട്ടൽ എത്ര കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷം ടോട്ടൽ കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നത് 3,000 രൂപയാണ്. ആ 3,000 രൂപ ബാക്കിയുള്ളതിൽ 2,000 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 1,000 രൂപ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ. ആ 1,000 രൂപ കഴിഞ്ഞ വർഷത്തെ ഇനിയും കിട്ടാൻ ബാക്കിയുള്ളത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ വരുന്നത് എൻട്രൻസ് ഫീ, ലോക്കർ റെൻറ്റ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യണം, ഗവൺമെൻറ് ഗ്രാൻഡ്. പിന്നെ വരുന്നത് ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്നത് 4,000 റുപ്പീസാണ് അസറ്റ് സൈഡിൽ കാണിക്കുക. ഈ വർഷം വാങ്ങിച്ച ഫർണിച്ചറാണ്, ഓപ്പണിംഗ് ഫർണിച്ചർ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫർണിച്ചർ അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ടെലിഫോൺ എക്സ്പെൻസസ് വരില്ല. സാലറി കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് 1,000 രൂപയാണ് കൊടുത്തത്. എത്ര രൂപ ബാക്കിയുണ്ടായിരുന്നു നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 2,000 രൂപ. 2,000 രൂപ കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുണ്ട് സാലറി. ആ 2,000 രൂപയിൽ 1,000 രൂപ മാത്രമേ കഴിഞ്ഞ വർഷത്തേത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കഴിഞ്ഞ വർഷത്തേത് 1,000 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2014-15 1,000 റുപ്പി. പിന്നെ വരുന്നത് ന്യൂസ് പേപ്പർ സൺഡ്രി എക്സ്പെൻസസ്. പിന്നെ വരുന്നത് ഡിഫൻസ് ബോണ്ട്. ഡിഫൻസ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്, ഇൻവെസ്റ്റ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ അത് അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക 18,000 റുപ്പി. ലാൻഡ് അസറ്റ് സൈഡിൽ കാണിക്കുക ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ. പിന്നെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് നോക്കാം ഏതെങ്കിലും ഐറ്റം വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അസറ്റ് സൈഡിൽ നോക്കുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അത് നമ്മൾ നോക്കേണ്ട ഓപ്പണിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ബിൽഡിംഗ് നമ്മൾ ഓപ്പണിങ്ങിൽ നമ്മുടെ കയ്യിൽ 35,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്. എക്സ്ട്രാ ബിൽഡിംഗ് ഒന്നും വാങ്ങിയിട്ടില്ല, ബിൽഡിംഗ് ഒന്നും വിറ്റിട്ടുമില്ല, അതിന് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അതേപോലെ കാണിക്കുക 35,000. പിന്നെ വരുന്നതാണ് ലാബിലിറ്റി സൈഡിൽ നോക്കുമ്പോൾ ലാബിലിറ്റി സൈഡിൽ ലോക്കർ റെൻറ്റ് അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ലോൺ 10,000. ലോണ് 10,000 റുപ്പീസിൻ്റെ ലോൺ ഉണ്ടായിരുന്നു ഓപ്പണിങ്ങിൽ. ആ ലോണ് തിരിച്ചടച്ചിട്ടൊന്നുമില്ല. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ പറയും. എക്സ്ട്രാ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണും. അങ്ങനെ എക്സ്ട്രാ ലോൺ എടുത്തിട്ടുമില്ല, എടുത്ത ലോണ് തിരിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ ലോൺ അതേപോലെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ലോണ് 10,000. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഫണ്ടാണ്. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടായിട്ട് നമുക്ക് കിട്ടിയത് 36,800 റുപ്പീസാണ്. ഈ 36,800 റുപ്പീസ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അതിനോട് സർപ്ലസ് ആഡ് ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ സർപ്ലസ് 31,500 ആണ്. അത് അതിനോട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 68,300 ആണ്. അതിനോട് ലൈഫ് മെമ്പർഷിപ്പ് ഫീ 1,200 റുപ്പീസ് ഉണ്ട്. ഈ 1,200 ലൈഫ് മെമ്പർഷിപ്പ് ഫീ കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 69,500 ആണ്. ഈ 69,500 റുപ്പീസ് നമ്മൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. അതിനുശേഷം ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80,500 റുപ്പീസാണ്. ഇത്രയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2, ഇന്നത്തെ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഫോളോയിങ് ഈസ് ദി
receipt and payment account of Indian Sports Club prepare income and expenditure account and balance sheet as on 31st December 2017. Receipt and payment account for the year ending December 31, 2017. ആദ്യം റെസീറ്റ് സൈഡ് നോക്കാം. ബാലൻസ് ബ്രോഡൗൺ 7890. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡാണ്, ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡാണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. സബ്സ്ക്രിപ്ഷൻസ് 52,000. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ കിട്ടിയതാണ്, സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ വരുന്ന ഐറ്റമാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ബാലൻസ് ഷീറ്റ്. എൻട്രൻസ് ഫീ സാധാരണയായിട്ട് വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ബാലൻസ് ഷീറ്റിലാണ് വരേണ്ടത്. ലോക്കർ റെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരേണ്ടതാണ്. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് കോസ്റ്റിംഗ് 2200 സോൾഡ് ഫോർ ₹2500. അതിൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് മാത്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക, ബാക്കിയുള്ളത് ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ലെഗസി ബാലൻസ് ഷീറ്റ്. അടുത്തത് പേയ്മെൻറ്റ് സൈഡ്. സാലറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇലക്ട്രിക് ചാർജസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബില്യാർഡ് ടേബിൾ ബാലൻസ് ഷീറ്റ്. ഓഫീസ് എക്സ്പെൻസസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. നമുക്കിവിടെ റെസീറ്റ് സൈഡിൽ ടൂർണമെൻറ്റ് ഫണ്ട് തന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകവും എക്സ്പെൻസസും ഒക്കെ ബാലൻസ് ഷീറ്റിൽ ടൂർണമെൻറ്റ് ഫണ്ടിനോടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. റിപ്പയർ ഓഫ് ഗ്രൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ്ഡ് ബാലൻസ് ഷീറ്റ്. സ്പോർട്സ് ഇക്വിപ്മെൻ്റ് ആണ് അത് ബാലൻസ് ഷീറ്റിൽ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇത് മൂന്നും ബാലൻസ് ഷീറ്റിലാണ് വരിക. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് മുകളിൽ അടിയിൽ തന്നിരിക്കുന്നത് 1/10/2017 1st October 2017 for 10% per annum. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഡേറ്റും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് മുകളിൽ എത്രയാണോ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് അതർ ഇൻഫർമേഷൻ. Subscription outstanding was on December 31, 2016 1,200 and ₹3,200 on December 31, 2017. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അടുത്തത് ലോക്കർ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2017 250. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2017 1000. ലോക്കർ റെൻറ്റും സാലറിയും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, രണ്ടും ഈ വർഷത്തേത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓൺ January 1, 2017 ക്ലബ് ഹാസ് ബിൽഡിംഗ് 36,000, ഫർണിച്ചർ 12,000, സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് 17,500. ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ദീസ് ഐറ്റംസ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഇൻക്ലൂഡിംഗ് പർച്ചേസസ്. ഈ വർഷം എന്തൊക്കെ അസറ്റുകളാണോ വാങ്ങിച്ചത് അതുപോലെ എന്തൊക്കെ അസറ്റുകളാണോ വിറ്റത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാണേണ്ടത്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരാൻ നമുക്ക് നോക്കാം. അതിന് വീണ്ടും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡിലേക്ക് നമുക്ക് വരാം. ഓരോ ഐറ്റവും വായിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം ബാലൻസ് ബ്രോഡൗൺ, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. സബ്സ്ക്രിപ്ഷൻ ടോട്ടൽ കിട്ടിയത് 52,000. ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകാം, ഈ വർഷം കിട്ടിയിട്ടുണ്ടാകാം, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകാം, അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ ഈ വർഷം മൊത്തം ക്യാഷ് കിട്ടിയത് 52,000 ആണ്. ആ 52,000 മുഴുവനും ഈ വർഷത്തേതാകണം നിർബന്ധമില്ല. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേതും ഉണ്ടാവും, ഈ വർഷത്തേതും ഉണ്ടാവും, ഇനി വരാൻ പോകുന്ന വർഷത്തെ ഇതുകൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ഇനി സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് വാസ് ഓൺ 31st December 2016 1,200. കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു 1,200 രൂപ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്ന 1,200 രൂപ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം.
അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന 52,000 റുപ്പീസിൽ നിന്നും കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്ന 1,200 രൂപ ലെസ് ചെയ്യണം. അത് ഈ വർഷം കിട്ടിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്ന 1,200 രൂപ സബ്സ്ക്രിപ്ഷൻ 52,000 രൂപയിൽ നിന്ന് ലെസ് ചെയ്യണം. ഇനി അടുത്തത് ആൻഡ് 3,200 ഓൺ December 31, 2017. ഈ വർഷം ഇനിയും കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ 3,200 റുപ്പീസാണ്. അപ്പോൾ ഈ വർഷം കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ 3,200 രൂപയുണ്ട്. കിട്ടിയത് നമുക്ക് റെസീറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. കിട്ടാൻ ബാക്കിയുള്ളത് ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് ഇതിനോട് ആഡ് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് 52,000 ലെസ് 1,200 ആഡ് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 3,200, ടോട്ടൽ 54,000 റുപ്പീസ് ഔട്ടർ കോളത്തിൽ കാണിക്കും. ഇനി അടുത്തത് വരുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കുക. അതിന് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല, അത് അതുപോലെ കാണിച്ചാൽ മതി. ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ട് എന്ന് പറഞ്ഞ് തന്നതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം ഉണ്ടെങ്കിൽ അത് അതിനോട് ആഡ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ടൂർണമെൻറ്റ് ഫണ്ട് തന്നതുകൊണ്ട് ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻകമോ എക്സ്പെൻസസോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടി പാടില്ല. അടുത്തത് ലോക്കർ റെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ വരേണ്ട ഐറ്റമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ലോക്കർ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 December 2017 250. ലോക്കർ റെൻ്റായിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയത് 1,250 രൂപയാണ്. ഇനി ഈ വർഷം കിട്ടാൻ ബാക്കിയുള്ളത് 250 രൂപ. അപ്പോൾ ഈ വർഷത്തെ മൊത്തം ലോക്കർ റെൻ്റ് എന്ന് പറയുന്നത് പൈസ കിട്ടിയത് 1,250, കിട്ടാൻ ബാക്കിയുള്ളത് 250. അങ്ങനെ മൊത്തം 1,500 രൂപയാണ് ലോക്കർ റെൻ്റായിട്ട് ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ വരുന്നത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് വിറ്റ വകയിൽ കിട്ടിയ പൈസയാണ് 2,500 രൂപ. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2,200 ആണ്. ഇപ്പോൾ 2,200 രൂപ വിലയുള്ള സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് 2,500 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 300 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ലാഭമാണ്. 2,200 രൂപ വിലയുള്ള സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് 2,500 രൂപക്ക് വിൽക്കുമ്പോൾ 300 രൂപ നമുക്ക് ലാഭം കിട്ടി. ആ ലാഭം ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് 300 റുപ്പീസ് കാണിക്കുക. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 750. ഇപ്പോൾ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് അത് അതേപോലെ ഇൻകം സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നത് ലെഗസി 37,500. ലെഗസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യേണ്ടതാണ്. ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ അടുത്തത് പേയ്മെൻറ്റ് സൈഡിൽ ആദ്യം വരുന്നത് സാലറി 11,000 റുപ്പി. ഈ വർഷം മൊത്തം ക്യാഷ് കൊടുത്തത് സാലറി ഇനത്തിൽ കൊടുത്ത ക്യാഷ് 11,000 റുപ്പീസാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ December 31, 2017 1,000. ഇനിയും ഈ വർഷം 1,000 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ സാലറി ആയിട്ട് മൊത്തം ഈ വർഷത്തെ സാലറി ആയിട്ട് വരുന്നത് കൊടുത്ത പൈസ 11,000 കൊടുക്കാൻ ബാക്കിയുള്ള 1,000 ചേർത്ത് 12,000 രൂപയാണ് ഈ വർഷത്തെ മൊത്തം സാലറി ആയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ 11,000 പ്ലസ് 1,000 12,000 കാണിക്കും. പിന്നെ വരുന്നത് ഇലക്ട്രിക് ചാർജസ് 5,500. അതിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല. അത് അതുപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നത് ബില്യാർഡ് ടേബിൾ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. ഈ വർഷം അസറ്റ് വാങ്ങിച്ചതാണ്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. അടുത്തത് ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ അതേപോലെ കാണിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല. അടുത്തത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അതിനും വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2,300 എക്സ്പെൻഡിച്ചർ സൈഡിൽ അതുപോലെ കാണിക്കാം.
അടുത്തതാണ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. സാധാരണയായിട്ട് ടൂർണമെൻറ്റ് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്, പക്ഷേ ഇവിടെ അത് കാണിക്കാൻ വേണ്ടി പാടില്ല. കാരണം ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നതുകൊണ്ട് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ടൂർണമെൻറ്റ് ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റിലാണ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് കാണിക്കേണ്ടത്. അത് ടൂർണമെൻറ്റ് ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടി പാടില്ല. അടുത്തത് റിപ്പയർ ഓഫ് ഗ്രൗണ്ട്. റിപ്പയർ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. അടുത്തത് ഫർണിച്ചർ പർച്ചേസ്ഡ്. അത് ഫർണിച്ചർ ഈ വർഷം വാങ്ങിച്ചതാണ്, അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ വരുന്നത് സ്പോർട്സ് ഇക്വിപ്മെൻറ്റ്. അതും വാങ്ങിച്ചതാണ്, 12,000 റുപ്പി. അതും ഈ വർഷം വാങ്ങിച്ചതാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് മൂന്നും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രം വരുന്ന ഐറ്റംസാണ്. അതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ഒക്ടോബറിൽ 2017 ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 10% പലിശ. അപ്പോൾ ഇതിൽ എത്ര പലിശ കിട്ടുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ 30,000 റുപ്പീസ് ഇൻറ്റു ഒക്ടോബറാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് ഉള്ളത്. അപ്പോൾ 3 മാസത്തേക്കുള്ള പലിശയാണ് നമ്മൾ കാണേണ്ടത്. 30,000 ഇൻറ്റു 10/100 ഇൻറ്റു 3/12. ഇപ്പോൾ 750 റുപ്പിയാണ് ഇൻട്രസ്റ്റ് ഓൺ FD എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാനുള്ളത്. അതിൽ ഏതെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെസീറ്റ് സൈഡിൽ കാണും. പക്ഷേ റെസീറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കിട്ടിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ 750 രൂപ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലും കാണിക്കണം. ഇനി കിട്ടാനുള്ളതാണ്, അത് ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ വർഷത്തേതാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻകം സൈഡിൽ കാണിക്കണം, ഒപ്പം തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കൂടി കാണിക്കണം. 750 റുപ്പി. ഇനി അതർ ഇൻഫർമേഷൻ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31 ഡിസംബർ 2016, അതുപോലെ 2017 അഡ്ജസ്റ്റ് ചെയ്തു. ലോക്കർ റെൻറ്റ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തു. ഇനി 1 ജാനുവരി 2017 ക്ലബ് ഹാസ് ബിൽഡിംഗ് 36,000, ഫർണിച്ചർ 12,000, സ്പോർട്സ് equipment 17,500. Depreciation charged on these items at the rate of 10% including purchases. അപ്പോൾ നമുക്ക് എത്രമാത്രം ഡിപ്രീസിയേഷൻ വരുമെന്ന് നോക്കണം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഫർണിച്ചർ, ഡിപ്രീസിയേഷൻ സ്പോർട്സ് equipments, ഇത് മൂന്നും എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഓരോന്നിനും ഡിപ്രീസിയേഷൻ എങ്ങനെ വരും നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ബിൽഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് 36,000 ആണ്. ഇപ്പോൾ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സൈഡിൽ പറയും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡ് നോക്കുമ്പോൾ ബിൽഡിംഗ് ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല. റെസീറ്റ് സൈഡിൽ നോക്കുമ്പോൾ ബിൽഡിംഗ് ഒന്നും തന്നെ വിറ്റതായിട്ടും കാണുന്നില്ല. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള ബിൽഡിംഗ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ 36,000ൻ്റെ 10% 3,600 എക്സ്പെൻഡിച്ചർ സൈഡിൽ ഡിപ്രീസിയേഷൻ ബിൽഡിംഗ് മറ്റ് കാണിക്കുക. അടുത്തതാണ് ഫർണിച്ചർ. ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസായി തന്നിരിക്കുന്നത് 12,000 റുപ്പീസാണ്. ഈ 12,000 റുപ്പീസിൽ നമുക്ക് ഈ വർഷം വാങ്ങിച്ച ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സൈഡിൽ തന്നിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം കാണുന്നുണ്ട്, 7,700 റുപ്പീസ്. അപ്പോൾ 12,000 റുപ്പീസ് പ്ലസ് 7,700 19,700 ആണ് ടോട്ടൽ ഫർണിച്ചർ. സെയിൽസ് ഒന്നുമില്ല, ഫർണിച്ചറിൻ്റെ വിൽപ്പനയില്ല, റെസീറ്റ് സൈഡിലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 17,700 ഇൻറ്റു 10/100 10% 1,970 ആണ് ഡിപ്രീസിയേഷൻ ഫർണിച്ചർ. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. അടുത്തത് വരുന്നതാണ് സ്പോർട്സ് equipment. ഇപ്പോൾ സ്പോർട്സ് equipment ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 17,500 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 17,500 പ്ലസ് സ്പോർട്സ് equipment പർച്ചേസ് ചെയ്തത് പേയ്മെൻറ്റ് സൈഡിൽ കാണുന്നുണ്ട്, അത് കാണുന്നത് 12,000 റുപ്പിയാണ്. അപ്പോൾ 17,500 പ്ലസ് 12,000 റുപ്പി മൈനസ് റെസീറ്റ് സൈഡിൽ കാണുന്നുണ്ട് 2,200 രൂപ വിലയുള്ള സ്പോർട്സ് equipment വിറ്റിട്ടുണ്ട്. അപ്പോൾ മൈനസ് 2,200 അതിൻ്റെ ബുക്ക് വില അല്ലെങ്കിൽ കോസ്റ്റാണ് മൈനസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പോർട്സ് equipment വിലയായിട്ട് വരുന്നത് 17,500 പ്ലസ് 12,000 മൈനസ് 2,200. അതിൻ്റെ 10% ചെയ്ത് നോക്കും. ഇപ്പോൾ 2,730 വരും. ആ 2,730 ആണ് ഡിപ്രീസിയേഷൻ സ്പോർട്സ് equipment ആയിട്ട് കാണിക്കേണ്ടത്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം.
ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 60,500 ആണ്. ഇനി അതിൻ്റെ സർപ്ലസ് നമ്മൾ നോക്കുമ്പോൾ ബാലൻസ് ആയിട്ട് കിട്ടുന്നത് സർപ്ലസ് ആണ്. സർപ്ലസ് കിട്ടുന്നത് 26,300. അപ്പോൾ ഇതോടുകൂടി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയലാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 7,890. ആ 7,890 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ ആദ്യം കാണിക്കാം. പിന്നെ വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് വാസ് ഓൺ 31 December 2016 1,200. കഴിഞ്ഞ വർഷം ക്ലോസിങ്ങിൽ 1,200 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അസറ്റാണ്, കഴിഞ്ഞ വർഷത്തെ അസറ്റാണ്. അതെന്ന് പറഞ്ഞാൽ ഈ വർഷം ബിഗിനിങ്ങിലുള്ള അസറ്റാണ്. അപ്പോൾ ഈ വർഷത്തെ ബിഗിനിങ്ങിലുള്ള അസറ്റായ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ നമ്മളോട് പറയുന്നത് ഓൺ 1 January 2017 ക്ലബ്ബ് ഹാസ് ബിൽഡിംഗ് 36,000, ഫർണിച്ചർ 12,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 17,500. അത് മൂന്നും അസറ്റ് സൈഡിൽ കാണിക്കുക. 1 January 2017 അസറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് 36,000, ഫർണിച്ചർ 12,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 17,500 അതുപോലെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഡിപ്രീസിയേഷൻ വേണ്ട, കാരണം അത് ഓപ്പണിങ്ങിലുള്ള ബാലൻസ് ആണ്. അത് അതുപോലെ കാണിച്ചാൽ മാത്രം മതി. അതിനുശേഷം ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 74,590 ആണ്. ഇപ്പോൾ 74,590 കിട്ടി. ക്യാപിറ്റൽ ഫണ്ടായിട്ട് വരുന്നത് 74,590 തന്നെ, കാരണം ലാബിലിറ്റി ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല, ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയലാണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് ആദ്യം അസറ്റ് സൈഡിൽ മാറ്റി എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് 12,690, ക്യാഷ് അറ്റ് ബാങ്ക് 10,000, ഫിക്സഡ് ഡെപ്പോസിറ്റ് 30,000. അത് മൂന്നും ആദ്യം അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതും. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് മുകളിൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാൻ ബാക്കിയുണ്ട്, അതുകൂടി എഴുതുക. ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 750 റുപ്പി, അതും നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ നമ്മൾ റെസീറ്റ് സൈഡിൽ നോക്കുമ്പോൾ റെസീറ്റ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്, അത് ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യേണ്ടതായിട്ടാണ്. പിന്നെ വരുന്നത് ടൂർണമെൻറ്റ് ഫണ്ട്. ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക 26,000. അത് കാണിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം ആഡ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് ലെസ് ചെയ്യണം. ഇപ്പോൾ ഇൻകം ഒന്നും തന്നെയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പെൻസ് ഉണ്ട്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 18,500 ആണ്. ആ 18,500 26,000 നിന്ന് മൈനസ് ചെയ്ത് ബാക്കിയുള്ളത് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് ബില്യാർഡ് ടേബിൾ. ബില്യാർഡ് ടേബിൾ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡിൽ നമുക്കൊരു ഐറ്റം തന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ട് വരുന്ന ഒരു അസറ്റാണ്, നേരത്തെ നമുക്കില്ലാത്തൊരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക 17,500 ബില്യാർഡ് ടേബിൾ. പിന്നെ വരുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 December 2017 അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നതാണ്. ഈ വർഷം കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 3,200 രൂപയാണ്. ആ ഈ വർഷം കിട്ടാൻ ബാക്കിയുള്ള 3,200 രൂപ സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ ലോക്കർ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഈ വർഷം കിട്ടാൻ ബാക്കിയുള്ള ലോക്കർ റെൻ്റാണ്, അതും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. ലോക്കർ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 250. പിന്നെ വരുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്, കൊടുക്കാൻ ബാക്കിയുണ്ട്, ഈ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഈ വർഷം ക്ലോസിങ്ങിൽ കൊടുക്കാൻ ബാക്കിയുണ്ട് 1,000 രൂപ, അത് ലാബിലിറ്റി സൈഡിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 1,000 രൂപ കാണിക്കും. പിന്നെയുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് ബിൽഡിംഗ് 36,000. ബിൽഡിംഗ് 36,000 ആണ്. ഈ വർഷം വാങ്ങിച്ചിട്ടോ വിറ്റിട്ടോ ഇല്ല, പക്ഷേ അതിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇപ്പോൾ 36,000 ലെസ് 3,600 ഡിപ്രീസിയേഷൻ കഴിച്ച് ബാക്കി 32,400 റുപ്പീസ് അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നത് ഫർണിച്ചർ. ഫർണിച്ചർ ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 12,000 പ്ലസ് വാങ്ങിച്ചത് 7,700.
19,700 വരും. അതിൻ്റെ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 1,970. ബാലൻസ് 17,730. അതും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ വരുന്നത് സ്പോർട്സ് ഇക്വിപ്മെൻറ്റ്. സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് എന്ന് പറയുന്നത് 17,500 ആണ്. 12,000 സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. 2,200 രൂപ വിലയുള്ള സ്പോർട്സ് ഇക്വിപ്മെൻറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 27,300 റുപ്പീസാണ് ടോട്ടൽ സ്പോർട്സ് ഇക്വിപ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഡിപ്രീസിയേഷൻ 2,730. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 24,570 റുപ്പിയാണ് സ്പോർട്സ് ഇക്വിപ്മെൻ്റ് ആയിട്ട് അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ചപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടായിട്ട് കിട്ടിയത് 74,590 ആണ്. അത് ലാബിലിറ്റി സൈഡിൽ എഴുതുക. അതിനോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരച്ചപ്പോൾ കിട്ടിയ സർപ്ലസ് ആഡ് ചെയ്യുക 26,300. അപ്പോൾ ടോട്ടൽ 1,08,90 വന്നു. അതിനോട് റെസീറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട് 2,200, അത് ആഡ് ചെയ്യാം. അപ്പോൾ 1,03,090 വരും. അതിനോട് നമുക്ക് റെസീറ്റ് സൈഡിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന ഐറ്റം ലെഗസി ഉണ്ട്, അതും ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലെഗസി കൂടി ആഡ് ചെയ്യുക 37,500. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ടായിട്ട് വരുന്നത് 1,40,590 വരും. അതും എഴുതിയതിന് ശേഷം അടുത്തത് നമ്മൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,49,090. 1,49,090. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുവാനായി 2 അസൈൻമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് 2 പ്രകാരവും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. അതിനുശേഷം അതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ആൻസറുമായി ഒത്തുനോക്കുക. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി തെറ്റുകൾ മനസ്സിലാക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.